ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ലേണിംഗ് ആപ്പ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരുന്ന 10th പ്രിലിമിനറി അതേപോലെ തന്നെ 10th ലെവൽ മെയിൻസ് എക്സാമിനേഷന് വേണ്ടി സിലബസ് പ്രകാരം SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കേണ്ട ചാപ്റ്ററുകളുടെ ഒരു ലിസ്റ്റാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറേ ഉദ്യോഗാർത്ഥികൾ കമൻസ് ആയിട്ട് ചോദിച്ചിരുന്നു അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. അത് അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ സെലക്ട് ചെയ്ത ടോപ്പിക്ക് കേരള ചരിത്രമാണ്. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് സിലബസിൽ തന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട SCERTയിലെ ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റാണ് പരിചയപ്പെടുത്തുന്നത്. അതിൽ ഒട്ടുമിക്ക ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ചെയ്യാത്ത ചാപ്റ്റേഴ്സിൻ്റെ PDF നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്യാം. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ആദ്യം നിങ്ങൾ നോക്കേണ്ട ചാപ്റ്റർ 7th സ്റ്റാൻഡേർഡിലെ 8ാമത്തെ ചാപ്റ്ററാണ് നവകേരള സൃഷ്ടിക്കായി. 7th സ്റ്റാൻഡേർഡിലെ 8ാമത്തെ ചാപ്റ്റർ നവകേരള സൃഷ്ടിക്കായി. ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ചാപ്റ്ററിൽ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, വക്കം അബ്ദുൽ ഖാദർ മൗലവി, അയ്യങ്കാളി, അതേപോലെ തന്നെ പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ എന്നിവരെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, PSC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത്തരത്തിലുള്ള മിഷനറി പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. സോ ഈ ചാപ്റ്റർ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ചാപ്റ്റർ 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് 2ഉം 3ഉം ക്വസ്റ്റ്യൻസ് വരെ ഒരു PSC പരീക്ഷയ്ക്ക് തന്നെ പലതവണ ചോദിച്ചിട്ടുണ്ട്. സോ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഒരു അപ്ഗ്രേഡഡ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടൻറ്റ് പറയുന്നുണ്ട്. എസ്പെഷ്യലി സിലബസിൽ പ്രത്യേകം തന്നിട്ടുള്ള ഇന്ത്യൻ സ്വതന്ത്ര സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന മുന്നേറ്റങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ 7th സ്റ്റാൻഡേർഡിലെ 2ാമത്തെ ചാപ്റ്ററാണ് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ യൂറോപ്യന്മാരുടെ കടന്നുവരും അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മാറ്റങ്ങളും ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഈ 3 ചാപ്റ്ററാണ് അപ് ടു 10th ലെവലിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഹിസ്റ്ററിയിൽ നിന്ന് പഠിക്കേണ്ടത്. ഈ 3 ചാപ്റ്ററും വീഡിയോ നമ്മൾ ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ചാപ്റ്ററാണ് 12th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയിലെ ആധുനിക പൂർവ്വ കേരളം, സമ്പദ് വ്യവസ്ഥ, സമൂഹം, ഭരണ സംവിധാനം, പ്രമേയം 14, അതേപോലെ തന്നെ പ്രമേയം 15 കേരളം ആധുനികതയിലേക്ക്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് 10th സ്റ്റാൻഡേർഡിനേക്കാളും കുറച്ചുകൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. ഇതിൻ്റെ PDF നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. ആവശ്യമുള്ളവർ അതുകൂടി ഉപയോഗപ്പെടുത്തി പഠിച്ചു കഴിഞ്ഞാൽ കേരള ചരിത്രം SCERTയുമായി ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലായി. 10th സ്റ്റാൻഡേർഡ് ലെവൽ പരീക്ഷയ്ക്കൊക്കെ ധാരാളം ഇത് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. ഏതായിരുന്നാലും പരമാവധി ഉപയോഗപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കിൻ്റെ SCERT കണക്റ്റഡ് ചാപ്റ്റേഴ്സുമായി വരാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.